അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. യുക്രൈൻ നടക്കാനിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് ഇന്ത്യ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓഗസ്റ്റ് 15-നാണ് അലാസ്കയിൽ വെച്ച് ഇരു രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുന്ന നിർണായക ഉച്ചകോടി നടക്കുന്നത്. അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണ ഇന്ത്യ സ്വാഗതം ചെയ്തുവെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന നിലപാടുകൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു. അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ ഇന്ത്യ സ്വാഗതം ചെയ്തുവെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന നിലപാടുകൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുന്നു. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനും ഈ കൂടിക്കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ എന്ന് പറയുന്നു. പുടിനുമായുള്ള വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഗ്രേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അലാസ്കയിൽ നടക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ വരുമെന്നും അറിയിച്ചിരുന്നു. ഇതോടെ വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ലോകമാകെ.